കരിയർ കണക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ വന്നിട്ടുള്ള പുതിയ വേക്കൻസികളെ കുറിച്ച് അറിയാം. ടോട്ടലായിട്ട് നമുക്ക് 4 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു കോൺട്രാക്ട് ബേസിസ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആയിരിക്കും, സ്ഥിരജോലിയല്ല. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 24 വൈകിട്ട് 5 മണി വരെയാണ്. ഫസ്റ്റ് വേക്കൻസി വരുന്നത് ചീഫ് ഫിനാൻസ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ്. ആകെ ഒരു വേക്കൻസിയാണ് അതിലുള്ളത്. കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സാണ്. ഇവർ പേ ചെയ്യുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 77,400 രൂപ മുതൽ 1,15,200 രൂപ വരെയാണ്. അതുകൂട്ടി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം. അതുകൂട്ട് ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് അവർ പറയുന്നത് ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ മിനിമം 8 വർഷം വർക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഫണ്ട് റൈസിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുള്ളതാണ്. അടുത്ത വേക്കൻസി വരുന്നത് കമ്പനി മാനേജർ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ഇതിലും ഒരു വേക്കൻസിയാണുള്ളത്. കോൺട്രാക്ട് പീരീഡ് 2 വർഷമായിരിക്കും. സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് 68,700 രൂപയാണ്. മാക്സിമം ഏജ് ലിമിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് 45 വയസ്സും. അതുകൂട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസിൽ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം. കൂടാതെ PG ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് കമ്പനിയുടെ ലോ പരമായ കാര്യങ്ങളിൽ മിനിമം 8 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു കാറ്റഗറിക്ക് ആവശ്യമാണ്. അടുത്ത വേക്കൻസി വരുന്നത് അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെയും ഒരു വേക്കൻസിയാണുള്ളത്. കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. റെമ്യൂണറേഷനായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 45,800 രൂപയാണ്. മാക്സിമം ഏജ് ലിമിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് 35 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷനാണ്. എഞ്ചിനീയറിംഗ് സെക്ടറിൽ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി. അതുകൂട്ട് മിനിമം 2 വർഷത്തെ സിസ്റ്റം അഡ്മിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. അതുകൂട്ട് തന്നെ നെറ്റ്വർക്കിംഗ്, വിൻഡോസ് സെർവർ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് മുതലായ കാര്യങ്ങളിൽ നോളജും വേണമെന്ന് ഇവർ പറയുന്നുണ്ട്. ലാസ്റ്റ് വേക്കൻസി വരുന്നത് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പോസ്റ്റാണ് അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ. ഇതിലും ഒരു വേക്കൻസിയേ ഉള്ളൂ. കോൺട്രാക്ട് പീരീഡ് 2 വർഷമാണ്. റെമ്യൂണറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് 25,200 രൂപയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വേണം. ഫസ്റ്റ് ക്ലാസ് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ 2 വർഷത്തെ ഓഫീസ് അല്ലെങ്കിൽ പ്രൊജക്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്കെല്ലാം നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വെബ്സൈറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.